ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ എളുപ്പത്തിൽ എങ്ങനെ പഫ്സ് ഉണ്ടാക്കാന്ന് കാണിക്കാനാണ് വന്നിട്ടുള്ളത്. ഇതിന് നമുക്ക് പഫ്സിന്റെ ഷീറ്റ് ഒന്നും ആവശ്യമില്ല. അതേപോലെ തന്നെ മാവ് കുഴയ്ക്കോ പരത്തോ ഒന്നും വേണ്ട. ഇതിൽ സിമ്പിളായിട്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ള പഫ്സ് ഉണ്ടാക്കാൻ പറ്റില്ല. അത്ര സിമ്പിളാണ്. നമ്മൾ സാധാരണ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. അപ്പം അടിപൊളിയായിട്ടുള്ള ഈ പഫ്സ് എങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ നോക്കാം. അതിന് മുമ്പായിട്ട് ഞാൻ ഇതേപോലെ തന്നെ ഒരു സമൂസയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുണ്ട്. കുഴക്കം പരത്തി ഒന്നും ചെയ്യാതെ ഉണ്ടാക്കുന്നത്. അപ്പം അത് കാണാത്തവരൊന്ന് ഡിസ്ക്രിപ്ഷനിൽ നോക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ ഇടുന്നുണ്ട്. അപ്പം നമുക്ക് വീഡിയോക്കകത്ത് പോവാം. അപ്പം ആദ്യം തന്നെ നമുക്ക് പഫ്സിന് വേണ്ട മസാല ഉണ്ടാക്കാം. അപ്പം ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. 1-2 ടീസ്പൂൺ മതിയാവും. അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും അതേപോലെ 2 പച്ചമുളകും ചേർക്കുന്നുണ്ട്. എരിവ് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എരിവ് നല്ലപോലെ ആ മസാലയിൽ ഇറങ്ങും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പം അതേ ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഞാൻ 2 സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കുഞ്ഞ് സവാള ആണെങ്കിൽ 3 എണ്ണം എടുക്കാം. മീഡിയം സൈസിലാണെങ്കിൽ 2 എണ്ണം മതിയാവും. എന്നിട്ട് നമുക്കിനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പം നന്നായിട്ട് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ സവാള കട്ട് ചെയ്യുന്ന സമയത്ത് 2 പീസായിട്ട് എടുത്ത് കട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലത് അതാണ്. അപ്പം ഞാൻ ഇതിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണൊക്കെ മതി, ഒരുപാടൊന്നും വേണ്ട. എൻ്റെ കയ്യിൽ ഇഞ്ചി ഉണ്ടായിരുന്നില്ല കേട്ടോ, ഞാൻ വെളുത്തുള്ളി മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇഞ്ചിയും ചേർക്കണം. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 2 മിനിറ്റ് അതും കൂടെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ 1/2 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. ഇതിൽ ഞാൻ മുളക് പൊടി ചേർക്കുന്നില്ല, പകരം കുരുമുളകും പച്ചമുളകും മാത്രമാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ കുരുമുളക് ചേർത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും കൂടെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിൽ നല്ലപോലെ പച്ചമുളകിൻ്റെ ടേസ്റ്റാണ് വരേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പം ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. മസാല ഇവിടെ അടിപൊളിയായിട്ട് റെഡിയായി. നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയില ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഞാൻ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ചേർത്തിട്ടില്ല. ഇങ്ങനെയായാലും നല്ല ടേസ്റ്റാണ്. അപ്പം ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനിയാണ് നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പരിപാടി. നമ്മൾ 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് ദോശയുടെ പരുവത്തിലൊന്ന് കലക്കിയെടുക്കണം. കുറച്ച് ലൂസായിട്ട് വേണം കലക്കാനായിട്ട്. കാരണം നല്ല ലൂസാണെങ്കിൽ നമുക്ക് നല്ല നേരിയ ദോശ കിട്ടുള്ളൂ. ദോശ കട്ടി കൂടിക്കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കി അത്ര രസം ഉണ്ടാവില്ല. അപ്പം നല്ല ലൂസായിട്ട് തന്നെ കലക്കിയെടുക്കുക. കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുത്താൽ മതി. ഒട്ടും കട്ടയില്ലാതെ വേണം ചെയ്യാനായിട്ട്. അപ്പം അതേ ഞാനിതെല്ലാം കലക്കിയെടുത്തു. ഇനിയിപ്പം നമ്മൾ ഇതിനകത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം കണ്ടില്ലേ, ഇതാണ് പരുവം. നല്ല വെള്ളം പോലെ തന്നെയാണ് ഉള്ളത്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാനിത് ഇതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് ഓയിലൊന്ന് തടവി കൊടുക്കും. ഒത്തിരി ഒഴിക്കരുത്, കാരണം ദോശ ഒഴിക്കുന്ന സമയത്ത് ഉരുണ്ട് പോവും. അപ്പം കുറച്ചൊന്ന് തടവിയതിന് ശേഷം തീ നല്ല പോലെ കുറച്ച് വെച്ചിട്ട് ഒരു ചെറിയ തവി മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. തീ കൂടുതൽ ഉണ്ടാവുമ്പോൾ നമുക്ക് ഇതുപോലെ ചുറ്റിച്ചെടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഒരു സൈഡ് മാത്രമേ വേവിക്കുന്നുള്ളൂ. പെട്ടെന്ന് തന്നെ റെഡി ആയി കിട്ടും. 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ദോശ റെഡി ആയിട്ട് കിട്ടും. അപ്പം അതേ നമുക്ക് ആദ്യത്തെ ദോശ എടുത്ത് ഒരു പ്ലേറ്റിനകത്തോട്ട് മാറ്റാം. ഇതേപോലെ തന്നെ നമുക്ക് ഒരു ദോശയും കൂടി ഉണ്ടാക്കാം. നമ്മൾ 2 ദോശ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ മടക്കുന്ന സമയത്ത് പൊട്ടിപ്പോവാണ്ടിരിക്കാനൊക്കെയാണ്. അപ്പം അതേ രണ്ടാമത്തെ ദോശയും ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതങ്ങോട്ട് എടുക്കാം. ഈ 2 ദോശ വെച്ചാൽ ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ശരിയാവോ വേവോ എന്നൊക്കെ ഉള്ള സംശയം ഉണ്ടാവും. ഫ്രൈ ചെയ്യുമ്പോൾ ഒന്നും പറ്റില്ല, ഒരു കുഴപ്പം ഉണ്ടാവില്ല. അപ്പം അതേ 2 ദോശ ഞാൻ മേലെയായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നമ്മളിതൊരു സ്ക്വയർ ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പം 4 സൈഡും ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. കറക്റ്റ് സ്ക്വയർ ഷേപ്പ് ഒന്നും വേണമെന്നില്ല. 4 സൈഡും കട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഷേപ്പ്, നമ്മുടെ പഫ്സിന്റെ ഷീറ്റിന്റെ ആ ഒരു ഷേപ്പിനകത്തോട്ട് മാറും. അപ്പം അതേ ഞാനിത് 4 സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിനകത്ത് മസാലയൊക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ വെക്കുന്ന സമയം 2 ദോശ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്ത പൊട്ടി പോകുന്നില്ല. സുഖമായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം അതേ 2 ടീസ്പൂൺ മസാല വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഒരു പീസ് മുട്ടയും കൂടെ വെച്ച് കൊടുക്കുക.
ഇത് നല്ല ചൂടോടെ ചെയ്യുന്ന സമയത്ത് നമുക്കിതിന് മാവ് വെച്ച് ഒട്ടിക്കേണ്ട ആവശ്യമൊന്നും വരില്ല. നല്ല ചൂടോടെ തന്നെ അതങ്ങ് ഒട്ടി നിന്നോളും. കണ്ടില്ലേ ഇതേപോലെ. ഇനി ആർക്കെങ്കിലും ടെൻഷൻ ഉണ്ടെങ്കിൽ മാത്രം ഇച്ചിരി മൈദ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. ചൂടാറി കഴിഞ്ഞാലും മൈദ വെച്ച് ഒട്ടിക്കേണ്ടി വരും. അപ്പൊ 2 സൈഡും ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. അപ്പൊ അതേ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ആ പഫ്സിന്റെ അതേ ഷേപ്പിലോട്ട് മാറിയിട്ടുണ്ട്. സിമ്പിൾ ആണ്. ഇത് നമുക്ക് ഈസി ആയിട്ട് ഇനി ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. കണ്ടില്ലേ? അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ മൈദമാവ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഒരു 2 സ്പൂൺ മൈദയിൽ ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് കട്ടിയിൽ ഒന്ന് കലക്കി എടുത്താൽ മതി. എന്നിട്ട് ഇതേപോലെ ഒന്ന് വെച്ച് ഒട്ടിക്കുവാണെങ്കിൽ എന്തായാലും പുറത്തോട്ട് പോവില്ല. മസാലയൊന്നും നല്ല കറക്റ്റ് ആയിട്ട് ഒട്ടിയിട്ടിരിക്കും. അപ്പൊ ഞാൻ ഒരെണ്ണം കൂടി കാണിച്ചു തരുന്നുണ്ട്. ഇത് നമ്മൾ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തതിന്റെ മേലെ ഇതുപോലെ മസാല വെക്കുക. അതിനുശേഷം മുട്ടന്റെ പീസ് വെച്ചിട്ട് നമുക്കിതൊന്ന് മടക്കി എടുക്കണം. അപ്പൊ അതേ ഇനി 4 സൈഡ് നമ്മളൊന്ന് മടക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇത്തവണ എങ്ങനെയാണ് പേസ്റ്റ് വെച്ച് ഒട്ടിച്ചെടുക്കുന്നതെന്ന് കാണിക്കാം. ജസ്റ്റ് ഇതേപോലെ ഓരോ സൈഡും നമ്മൾ മടക്കുന്നതിന് മുമ്പായിട്ട് ഇത്തിരി ഒന്ന് പേസ്റ്റ് വെച്ച് കൊടുക്കുക. അപ്പൊ അതേ ഞാൻ 4 സൈഡും ഇതേപോലെ പേസ്റ്റ് വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് 2 തവണ കാണിച്ചിട്ടുള്ളത്. അപ്പൊ അതേ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പൊ ഞാനിവിടെ ഓയിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം. ഒരുപാട് ചൂടുള്ള സമയത്ത് ഇടരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ ഇടാനായിട്ട്. അതേപോലെ തന്നെ ഫ്രൈ ചെയ്യുന്നത് നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് എടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കൂട്ടിയെടുക്കുക. അങ്ങനെയാണെങ്കിൽ അധികം ഓയിൽ കയറില്ല. അപ്പൊ കുറച്ചു നേരം നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് 2 സൈഡും തിരിച്ചു മറിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇതേപോലെ ഇടയ്ക്ക് ഓയിൽ ഒന്ന് മേലാക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്ത് തിരിച്ചിടുന്ന സമയത്ത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ സൈഡും കൂടെ ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇത് പുറത്തെടുക്കാം. അപ്പൊ അതേ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവുക. നമ്മൾ സാധാരണ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്നില്ല അതേപോലെ തന്നെയാണ് ഇതിന്റെ പുറത്തെ ആ ഒരു കവറിങ് ഉണ്ടാവുക. നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക. ഉള്ളിൽ കുറച്ച് സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. പിന്നെ നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് കുറേ നേരം അത് ക്രിസ്പി ആയിട്ടിരിക്കും. ഇത് അങ്ങനെ ഇരിക്കില്ല. ഇത് നമ്മൾ ചൂടോടെ കഴിക്കുമ്പോഴാണ് നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവുന്നത്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ചൂടാറുന്ന സമയത്ത് കുറച്ചൊന്ന് തണുക്കും. എന്നാലും തണുത്താലും കഴിക്കാൻ ടേസ്റ്റ് തന്നെയാണ്. ക്രിസ്പി ആയിട്ട് ഇരിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫില്ലിംഗ് ആണ് നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ പുറം ഭാഗം നല്ല രസമാണ്. നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാനും അതേപോലെ തന്നെ എളുപ്പത്തിലൊരു പഫ്സ് കഴിക്കണമെന്ന് തോന്നുമ്പോൾ മടിയുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്താൽ മാത്രം പോരാ, ഫീഡ്ബാക്കും എല്ലാവരും പറയണം. കാരണം ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒന്നല്ലേ. സമൂസ അല്ലേ, ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതേപോലെ തന്നെ ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പീസ് ഞാൻ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇതിന്റെ കൂടെ തന്നെ ഞാനൊരു ചെറിയ കാര്യം കൂടെ പറയുന്നുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ യൂട്യൂബിൽ ഒരുപാട് കോൺടെസ്റ്റ് വെച്ചിട്ടുണ്ട്, ഒരുപാട് ഗിവ് അവേ വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി ഫേസ്ബുക്കിൽ കുറച്ച് ഗിവ് അവേ വെക്കാന്ന് വിചാരിക്കുന്നുണ്ട്, ഫേസ്ബുക്ക് പേജിൽ. അപ്പൊ നിങ്ങൾ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നല്ല സൂപ്പർ ആയിട്ടുള്ള ഗിഫ്റ്റുകൾ നമ്മൾ യൂട്യൂബിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല അടിപൊളി ഗിഫ്റ്റുകൾ ഫേസ്ബുക്കിലെ മത്സരത്തിലും ഞാൻ കൊടുക്കുന്നുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള മത്സരമാണ്. ജസ്റ്റ് കമന്റ് ഇടുക, അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഫേസ്ബുക്ക് ഉള്ളവര് എന്തായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഫേസ്ബുക്ക് ഇല്ലാത്തവർ എന്താ ചെയ്യാന്ന്. ഇല്ലാത്തവർ വിഷമിക്കേണ്ട. യൂട്യൂബിൽ നമ്മൾ ഇനിയും നല്ല കോൺടെസ്റ്റുകൾ ഒരുപാട് ഇടുന്നുണ്ട്. അപ്പൊ അഥവാ ഫേസ്ബുക്ക് നിങ്ങൾക്ക് ഇല്ലെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഫേസ്ബുക്ക് ഉണ്ടെങ്കിലും മതിയാവും. ജസ്റ്റ് ഒരു കമന്റ് ഒക്കെ ഇടാനല്ലേ. അപ്പൊ ആർക്കെങ്കിലും ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് മതി. അപ്പൊ നമ്മൾ അടുത്ത് തന്നെ കോൺടെസ്റ്റ് തുടങ്ങുന്നുണ്ട്. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. എന്തായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നമുക്ക് അടിപൊളിയായിട്ട് കൊണ്ടുപോകണം. ഈ ഗിവ് അവേനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചാനലിൽ ഇടുന്നുണ്ട്. ഞാൻ ഇവിടെ യൂട്യൂബിൽ ഇടുന്നുണ്ട്. അതേപോലെ കമ്മ്യൂണിറ്റിയിലൊക്കെ ആയിട്ട് ഇടും. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഡീറ്റെയിൽസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പൊ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഞാൻ എൻ്റെ പേജിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇതുവരെയായിട്ട് ആ പേജ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറിയിട്ട് ഒന്ന് കാണുക, ലൈക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ അവിടെ ഇടുന്ന വീഡിയോസും അവിടെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ.
അപ്പൊ ഫേസ്ബുക്കിലുള്ള എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാല്ല നമുക്ക് ഇതേപോലെ തന്നെ ഇൻസ്റ്റയിലൊക്കെ കോൺടെസ്റ്റ് വെക്കാം. കാരണം ഇൻസ്റ്റയിൽ ഒരുപാട് പേർക്ക് അക്കൗണ്ട് ഉണ്ട്. അപ്പൊ അവിടെയും നമുക്ക് വെക്കാം ഇൻഷാല്ല. അപ്പൊ ഇപ്പൊ എല്ലാവരും ഒന്ന് ഫേസ്ബുക്കിലെ മത്സരത്തിൽ പങ്കെടുക്കുക. അപ്പൊ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇൻഷാല്ല നമുക്ക് നാളെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.